ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ പുണ്യപിതാവായ ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ 73ാമത് ഓർമ്മ തിരുനാളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടത് ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ പൗരോഹിത്യ ദർശനത്തെക്കുറിച്ചാണ്. അദ്ദേഹം പൗരോഹിത്യത്തെ എങ്ങനെ കണ്ടു, പുരോഹിതനെ എങ്ങനെ മനസ്സിലാക്കി എന്നതാണ് നമ്മുടെ ധ്യാന വിഷയം. അദ്ദേഹത്തിന്റെ ദർശനത്തിൽ നിന്ന് 2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. വൈദികരെ പൂജാരികളായി കണ്ട സംസ്കാരത്തിൽ നിന്ന് അദ്ദേഹം അവരെ യഥാർത്ഥ അർത്ഥത്തിൽ വൈദികരാക്കി. പൂജ ചെയ്യുന്ന കർമ്മികൾ മാത്രമല്ല, ദൈവവചനം പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് വൈദികർ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വചനമെന്ന ഇരുതല മൂർച്ചയുള്ള വാളാണ് അവരുടെ പ്രധാന ആയുധം. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1919 അദ്ദേഹം സുറിയാനി തക്സ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വൈദികർ തങ്ങൾ ചൊല്ലുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി പരിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. വൈദിക ജീവിതത്തിൽ പഠനവും അറിവും അനിവാര്യമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ടാണ് മദ്രാസ് സർവകലാശാലയിൽ ഉപരിപഠനം നടത്തുകയും പിന്നീട് അനേകം വൈദികരെയും ഷമ്മാശന്മാരെയും സലാംപൂർ കോളേജിൽ പഠിപ്പിക്കുവാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തത്. സുറിയാനി ഭാഷ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകമാകുന്ന വിധത്തിൽ സുറിയാനി വ്യാകരണങ്ങൾ 3 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു. സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വൈദികരുടെ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. രണ്ടാമതായി, വൈദികൻ സന്യാസിയും യേശുക്രിസ്തുവിന്റെ ശിഷ്യനുമായിരിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ഥാപിച്ച സമൂഹത്തിലെ വൈദികർ ബ്രഹ്മചാരികളായിരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചത്. പുതിയ നിയമത്തിലെ സഭാ ശുശ്രൂഷകരെ പുരോഹിതരെന്ന് വിളിക്കില്ല, മറിച്ച് പ്രെസ്ബിറ്ററോസ് മുൻപിൽ നിൽക്കുന്നവൻ അല്ലെങ്കിൽ എപ്പിസ്കോപ്പോസ് മേൽനോട്ടക്കാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് വൈദികൻ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമല്ല, വചനമെന്ന ആയുധവുമായി ദൈവരാജ്യത്തിനു വേണ്ടി പോരാടുന്ന യോദ്ധാവാണ്, യേശുക്രിസ്തുവിന്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെ സന്യാസവും സമർപ്പണവും വൈദിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരെ വിളിക്കുന്ന സംഭവങ്ങൾ നാം വായിക്കുന്നു. അന്ത്രയോസ്, ശിമയോൻ, യാക്കോബ്, യോഹന്നാൻ, ലേവി എന്നിവരെ യേശു വിളിക്കുമ്പോൾ മറ്റാർക്കും കാണാൻ കഴിയാത്ത ഒരു ആന്തരിക വിളി യേശു അവരിൽ കണ്ടു. ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു അവർ. പൗരോഹിത്യം എന്നത് മനുഷ്യരുടെ തൊഴിൽ തെരഞ്ഞെടുപ്പ് അല്ല, അത് ദൈവവിളിയാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ വൈദികരെ ദൈവവിളി ലഭിച്ചവരെന്ന് വിശേഷിപ്പിക്കുന്നത്. അവർ പൂജ ചെയ്യാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരും പുത്രനാൽ ശിഷ്യരാക്കപ്പെട്ടവരുമാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് മാലാഖമാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അവൻ നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഗലീലയിലേക്ക് പോവുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവവചനം പ്രസംഗിക്കുകയും ദൈവരാജ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ഈ സുവിശേഷവത്കരണ പ്രക്രിയയിൽ ഭാഗമാകുവാനും ഈശോയെ കാണുവാനുമാണ് ശിഷ്യന്മാർ വിളിക്കപ്പെട്ടത്. ഈ വിളി വൈദികർക്ക് മാത്രമല്ല, ദൈവവിശ്വാസികൾക്ക് കൂടിയാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ ദൈവത്തിന്റെ ജനങ്ങൾ എന്നാണ് വിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത്. അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് വൈദികർ. അതുകൊണ്ട് കൗൺസിൽ പഠിപ്പിക്കുന്നത് ഒരു മെത്രാന്റെയും വൈദികന്റെയും ആദ്യത്തെ കടമ കുർബാന അർപ്പിക്കുക മാത്രമല്ല, വചനപ്രഘോഷണം എന്നതാണ്. വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരാൾക്ക് സന്യാസാത്മകമായി ജീവിക്കാതിരിക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് 2 വലിയ കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വൈദികൻ വചനപ്രഘോഷകനാണ്. വൈദികൻ ഈശോയുടെ ശിഷ്യനും സന്യാസിയും ആയിരിക്കണം. അങ്ങനെ നമ്മുടെ വൈദികർ ബ്രഹ്മചര്യത്തിന്റെ ആത്മാവോടും വചനധ്യാനത്തിന്റെ ചൈതന്യത്തോടും നമ്മുടെ സഭയെ നയിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവം സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അനുഗ്രഹം നിത്യം ചൊരിയണമേ.
സത്യപാത വിട്ടകന്നൊരു ജനതയ്ക്കായി വർണ്ണാശ്രമത്തിൽ തപസിരുന്നു. സത്യപാത വിട്ടകന്നൊരു ജനതയ്ക്കായി വർണ്ണാശ്രമത്തിൽ തപസിരുന്നു. പുനരൈക്യത്തിൻ പാത തെളിച്ച് സത്യപാതയിൽ നടത്തി നീ.